കോഴിക്കോട് ജില്ലയിലെ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് അതിരൂക്ഷം. വെള്ളക്കെട്ട് മൂലം ഗതാഗത തടസ്സം അനുഭവപ്പെട്ടു. കനത്ത മഴയെ തുടർന്ന് മലയോര മേഖലയിലെ രാത്രി യാത്രയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മഴ കനത്തതോടെ കോഴിക്കോട് നഗരത്തിൽ വെള്ളക്കെടുതികളും തുടങ്ങി. താഴ്ന്ന പ്രദേശങ്ങൾ മാത്രമല്ല, നഗരത്തിലെ പതിവ് കേന്ദ്രങ്ങളിലെല്ലാം വെള്ളക്കെട്ടാണ്. മാവൂർ റോഡ്, കിഡ്സൺ കോർണർ, കോട്ടൂളി, റെയിൽവേ സ്റ്റേഷൻ റോഡ്, ജാഫർ ഖാൻ നഗർ, മിനി ബൈപ്പാസ് എന്നിവിടങ്ങളിൽ ഇടവിട്ട് ശക്തമായി പെയ്ത മഴയിൽ വെള്ളം കയറി ഗതാഗതം സ്തംഭിച്ചു. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ അപര്യാപ്തതയും ഡ്രൈനേജുകൾ യഥാസമയം വൃത്തിയാക്കാത്തതുമാണ് മഴവെള്ളം ഒഴുകിപ്പോകുന്നതിന് തടസ്സമാകുന്നത്. മഴ തുടങ്ങിയിട്ടുള്ള മഴക്കാലം വന്നപ്പോൾ ഇങ്ങനെ ഇനി എന്താ മുമ്പോട്ടുള്ള അവസ്ഥ? എല്ലാ വർഷവും തന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല, തിരിഞ്ഞു നോക്കുന്നില്ല. അതിന് എങ്ങനെ പോവും ഈ കാൽനടയാത്രക്കാർ പോകാൻ കഴിയില്ല. അതിന് പരിഹാരം അവർ കാണുന്നില്ല, അവരും കാണുന്നില്ല, ആരും തിരിഞ്ഞു നോക്കുന്നില്ല. മാനാഞ്ചിറ LIC ഭാഗത്തു നിന്നും ബസ് കയറണമെങ്കിൽ ഈ വെള്ളത്തിൽ ചവിട്ടി വേണം പോകാൻ. വെള്ളത്തിലൂടെ എങ്ങനെ പോകാനാ? എന്തെല്ലാം അസുഖങ്ങളുണ്ടാവും എന്നുള്ളത് പറയാൻ പറ്റില്ലല്ലോ വെള്ളം ചവിട്ടിയാൽ. ഇന്നലെ ഇത്ര വെള്ളമില്ലായിരുന്നു, ഇന്നിപ്പോൾ നോക്കിയപ്പോൾ അതിൽ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇവിടെ നിർത്തി തന്നിട്ടുണ്ടെങ്കിൽ കയറണം, ഇല്ലാന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാന്നുള്ളത് അറിയില്ല. ഇവിടെ നിർത്താറുണ്ടോ? ഇല്ല, ഇവിടെ നിർത്തി തരാറില്ല. ഒന്ന് കൈ കാണിച്ച് നോക്കണം. നിർത്തി തന്നിട്ടുണ്ടെങ്കിൽ കയറണം, അല്ലെങ്കിൽ ഓട്ടോ പിടിച്ച് പോകേണ്ടി വരും ബസ് സ്റ്റാൻഡിലേക്ക്. മഴ തുടരുന്ന സാഹചര്യത്തിൽ മലയോര മേഖലയിലെ രാത്രികാല യാത്രയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കക്കാടംപൊയിൽ, പതങ്കയം എന്നിവിടങ്ങളിലെ വെള്ളക്കെട്ടിൽ ഇറങ്ങുന്നവർ ജാഗ്രത പുലർത്തണമെന്നും നിർദ്ദേശമുണ്ട്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.